Hi all, this is Abhay from Propwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി പ്രൊപ്പോയ്സ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഏർലിയസ്റ്റ് സോഴ്സ് ഡീലിംഗ് എക്സ്ക്ലൂസീവ്ലി വിത്ത് ആസ്ട്രോണമി, അതായത് ആസ്ട്രോണമി ഡീൽ ചെയ്യുന്ന ഒരു വർക്ക് ഏതാണെന്നാണ് താഴെ തന്നിട്ടുള്ളതിൽ നിന്ന് സെലക്ട് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് നക്ഷത്രാസ്, കേവത സൂത്ര, ദിഘനികായ ആൻഡ് ജ്യോതിഷ വേദാംഗ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ 4 ജ്യോതിഷ വേദാംഗയാണ്. ഈ ജ്യോതിഷ വേദാംഗയാണ് പ്രധാനമായിട്ടും ജ്യോതിഷവുമായിട്ട് ഡീൽ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത്. ഇനി ഈ ജ്യോതിഷം എന്ന് പറയുന്നത് എന്താണ്? 6 വേദാംഗ ഡിസിപ്ലിനിൽ വരുന്ന ഒരു വേദാംഗയാണ് ഈ ജ്യോതിഷം എന്ന് പറയുന്നത്. ഇനി ഈ ജ്യോതിഷ വേദാംഗ എന്ന് പറയുന്ന വർക്കിന്റെ ഓതർ ആരാണ്? ലഗധ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിന്റെ ഓതർ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി പ്രധാനമായും ഈ ഒരു ജ്യോതിഷ വേദാംഗയില് നമുക്ക് എന്തിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നു? ഇറ്റ് ഗീവ് സം റൂൾസ് ആൻഡ് അവേഴ്സ് ഓഫ് ദ വേദിക് സാക്രിഫൈസസ്. വേദിക് സാക്രിഫൈസ് നടത്തേണ്ട റൂൾസും ഏതൊക്കെ സമയത്താണ് അത് നടത്തേണ്ടതെന്നും എന്നുള്ള ആ ഒരു സംഭവത്തെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നു. നവഗ്രഹങ്ങൾ, ഹിന്ദുയിസത്തിൽ പറയുന്ന നവഗ്രഹങ്ങളെ പറ്റിയിട്ടും ഈ ജ്യോതിഷ വേദാംഗയിൽ പറയുന്നുണ്ട്. ആൻഡ് ഇനി നമ്മൾ പറഞ്ഞു ജ്യോതിഷം എന്ന് പറയുന്നത് വേദാംഗ എന്താണ് ഡിസിപ്ലിനിൽ വരുന്ന ഒന്നാണ്. ആൻഡ് ബാക്കി വേദാംഗങ്ങൾ, അപ്പോൾ 6 വേദാംഗങ്ങളുണ്ട്. ബാക്കി 5 വേദാംഗങ്ങൾ എന്താണ് എന്നുള്ള ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാണ് ശിക്ഷ, കൽപ്പ, വ്യാകരണ, ഛന്ദ ആൻഡ് ജ്യോതിഷ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വേദാംഗാസ് എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which inscription highlights that Nanda's exercised power over Kalinga? അതായത് ഏത് ഇൻസ്ക്രിപ്ഷനിലാണ് പറയുന്നത് ഒരു കാലത്ത് കലിംഗാസിനെ നന്ദാസ് ഭരിച്ചിരുന്നു, അല്ലെങ്കിൽ നന്ദാസിന് അവരുടെ മേലെ പവർ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഇൻസ്ക്രിപ്ഷൻ ഏതാണ്? ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ, അജന്ത ഇൻസ്ക്രിപ്ഷൻ, മധുര ഇൻസ്ക്രിപ്ഷൻ, ഹാദിഗുംബ ഇൻസ്ക്രിപ്ഷൻ. ഇതിൽ നിന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. എന്താണ്? ഹാദിഗുംബ ഇൻസ്ക്രിപ്ഷൻ ആണ് ഉത്തരമെന്ന്. കാരണം കലിംഗനെ പറ്റിയിട്ട് അല്ലെങ്കിൽ കലിംഗ അവിടുത്തെ റൂളിനെ പറ്റിയിട്ടൊക്കെ ഇൻഫർമേഷൻ തരുന്ന ഈ ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന ഇൻസ്ക്രിപ്ഷനിൽ ആകെ ഒന്ന് എന്ന് പറയുന്നത് ഹദികുംബ ഇൻസ്ക്രിപ്ഷൻ ആണ്. ഹദികുംബ ഇൻസ്ക്രിപ്ഷൻ ഓഫ് കരവേല, കിങ് കരവേലയാണ്, കലിംഗ റൂളർ കരവേലയാണ് ഈ ഒരു ഇൻസ്ക്രിപ്ഷൻ എന്താണ് അദ്ദേഹത്തിന്റെ ഒരു പാട്രണേജിലാണ് ആ ഒരു ഇൻസ്ക്രിപ്ഷൻ എഴുതിയിട്ടുള്ളത്. ആൻഡ് ഇത് പ്രാകൃത ലാംഗ്വേജിലും ആൻഡ് ബ്രഹ്മി സ്ക്രിപ്റ്റിലും എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ ആണ് ഈ ഹദികുംബ ഇൻസ്ക്രിപ്ഷൻ. അത് ഉദയഗിരി, ഒറീസയിലെ ഉദയഗിരി കേവ്സിലാണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് 1st സെഞ്ചുറി സിയിലാണ് ഈ ഒരു ഇൻസ്ക്രിപ്ഷൻ എഴുതിയിട്ടുള്ളത്. ആൻഡ് കരവേൽ എന്ന് പറയുന്നത് എന്താണ് മഹാമേഘവർണ്ണ ഡൈനാസ്റ്റിയിൽ ബിലോങ് ചെയ്യുന്ന കലിംഗ റൂളർ ആണ്. അദ്ദേഹത്തിന്റെ റെയിനിങ് പീരീഡ് 2nd സെഞ്ചുറി BC ആണ്. ആൻഡ് ഈ ഒരു ഹദികുംബ ഇൻസ്ക്രിപ്ഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ ജൈന റിലീജിയസ് സിമ്പിൾ കാണാം. കാരണം കരവേല എന്ന് പറയുന്നത് ഒരു ജെയിൻ റൂളർ ആണ്. അപ്പോൾ അദ്ദേഹം ജൈനിസത്തെ പാട്രോണൈസ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഇൻസ്ക്രിപ്ഷനിൽ നമുക്ക് ജൈന റിലീജിയസ് സിമ്പിൾ കാണാം. പിന്നെ അതുകൂടാതെ ഈ ഇൻസ്ക്രിപ്ഷൻ തുടങ്ങുന്നത് തന്നെ എന്താണ് ഒരു അർഹത്സിനും സിത്താസിനും സെല്യൂട്ടേഷൻ കൊടുത്തുകൊണ്ടാണ്. ആൻഡ് ഈ ഒരു ഇൻസ്ക്രിപ്ഷനിലാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന എന്താണ്? നന്ദാസ് എക്സസൈസ്ഡ് പവർ ഓവർ കലിംഗ. അതിലൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, നന്ദരാജ ഹാഡ് എക്സ്കവേറ്റഡ് a canal in Kalinga and had taken a Jain idol from Kalinga. കലിംഗയിൽ ഒരു കനാല് നന്ദരാജ എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഓൾസോ അവിടെ നിന്ന് ഒരു ഐഡോളും കൊണ്ടുപോയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അതെ, അപ്പോൾ ഒരു ഭാഗത്ത് പ്രധാനമായും പറയുന്നുണ്ട് നന്ദാസിന് ഇവരുടെ മേലെ പവർ ഉണ്ടായിരുന്നെന്ന്. ആൻഡ് ബാക്കി നമ്മൾ ഇൻസ്ക്രിപ്ഷൻസ് ലിസ്റ്റിൽ ഓപ്ഷൻസിലുണ്ട് ഐഹോൾ ഇൻസ്ക്രിപ്ഷൻസും അജന്ത ഇൻസ്ക്രിപ്ഷൻസും മധുര ഇൻസ്ക്രിപ്ഷൻസ്. അപ്പം ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ അത് പുലികേശൻ സെക്കൻഡ്, ബദാമി ചാലുക്യൻ റൂളർ ആയിട്ടുള്ള പുലികേശൻ സെക്കൻഡിന്റെ കാലഘട്ടത്ത് രവി കീർത്തി കമ്പൈൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷൻ ആണ് ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ. ഏകദേശം 634-35 CE പീരീഡിലാണ് ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ വരുന്നത്. ആൻഡ് ഇത് സംസ്കൃത് ലാംഗ്വേജിലും കന്നഡ സ്ക്രിപ്റ്റിലുമാണ്. ആൻഡ് അജന്ത ഇൻസ്ക്രിപ്ഷൻ പറയുകയാണെങ്കിൽ അജന്ത കേവില് കാണുന്ന, അതായത് ബുദ്ധിസ്റ്റ് കേവ് ആണ്, അവിടെ കാണുന്ന
അവിടെ ധാരാളം ഇൻസ്ക്രിപ്ഷൻസ് നമുക്ക് പല റൂളേഴ്സ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാണാൻ കഴിയും. ആൻഡ് മധുര ഇൻസ്ക്രിപ്ഷൻ പറയുകയാണെങ്കിൽ അതൊരു സാൻസ്ക്രിറ്റ് ലാംഗ്വേജിലും ഗുപ്ത സ്ക്രിപ്റ്റിലുമുള്ള ഇൻസ്ക്രിപ്ഷൻ ആണ്. 4th സെഞ്ചുറി സിയിൽ ബിലോങ് ചെയ്യുന്ന ഒരു ഇൻസ്ക്രിപ്ഷൻ ആണ്. അത് ശൈവിസവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്ക്രിപ്ഷൻ ആണ്. അതായത് ഉദിത്താചാര്യ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ 2 ശിവലിംഗാസ് കോൺസെക്രേറ്റ് ചെയ്തു എന്നതിനെ പറ്റിയിട്ട് പറയുന്ന ഒരു ഇൻസ്ക്രിപ്ഷൻ ആണ് മധുര ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ ഡെക്കാൻ ദ മൗര്യൻ എംപയർ വാസ് ഫോളോഡ് ബൈ ദ റൂൾ ഓഫ്. ഡെക്കാനില് മൗര്യൻ എംപയറിന് ശേഷം അധികാരത്തിൽ വരുന്നത് ആരാണ്? അപ്പൊ മൗര്യൻ എംപയർ തകർന്നു കഴിയുമ്പോൾ നമുക്കറിയാം നോർത്ത് ഇന്ത്യയിലൊക്കെ തന്നെ കുഷാനാസും അതുപോലെ തന്നെ കൻവാസും സുങ്കാസ് ഒക്കെ തന്നെ അധികാരത്തിലേക്ക് വരുന്നുണ്ട്. അതുപോലെ സൗത്ത് ഇന്ത്യയിൽ, അതായത് പ്രത്യേകിച്ചും ഡെക്കാൻ ഏരിയയിൽ ആരാണ് അധികാരത്തിലേക്ക് എത്തുന്നത്? റെഡ്ഡീസ്, ഷാഗാസ്, പല്ലവാസ് ആൻഡ് ശതവാനാസ്. എന്താണ് ഓപ്ഷൻ 4 ശതവാനാസ് ആണ് ആൻസർ. മൗര്യൻ എംപയറിന് ശേഷം മൗര്യൻ എംപയറെ സക്സീഡ് ചെയ്തുകൊണ്ട് വരുന്നത് ആരാണ്? ഡെക്കാനിൽ വരുന്നത് ശതവാനാസ് ആണ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇത് ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ്. ആംഗ്ലോ സിഖ് വാർസ്, ഫസ്റ്റ് അഫ്ഗാൻ വാർ, ഇൻട്രൊഡക്ഷൻ ടു റെയിൽവേസ് ഇൻ ഇന്ത്യ, സാന്താൾ റിബല്യൻ, അനക്സേഷൻ ഓഫ് അവധ്. ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത് ബ്രിട്ടീഷ് റൂളിന്റെ ആ ഒരു പീരീഡിൽ വരുന്ന പ്രധാനപ്പെട്ട വാസും അതിന്റെ ഇടയ്ക്ക് ഉണ്ടാവുന്ന മറ്റു പല ഇൻസിഡൻസുമാണ്. ഇതിന്റെ ഇയറിൽ നമ്മൾ കറക്റ്റ് ഓർഡർ ചെയ്ത് പറയേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഓർഡർ നോക്കാം. ഇവിടെ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. BACDE. അതായത് ഫസ്റ്റ് അഫ്ഗാൻ വാർ ആണ് ആദ്യം വരുന്നത്. 1838-42 പീരീഡിലാണ് ഫസ്റ്റ് അഫ്ഗാൻ വാർ ഉണ്ടാവുന്നത്. അതിനുശേഷമാണ് ആംഗ്ലോ സിഖ് വാറുകൾ നടക്കുന്നത്. 1845-46 സിഖ് ആംഗ്ലോ സിഖ് വാർ ഉണ്ടാവുന്നത്. ആൻഡ് ഇൻട്രൊഡക്ഷൻ ഓഫ് റെയിൽവേസ് ഇൻ ഇന്ത്യ എന്നാണ് ബോംബെ ടു താനെ വരെ ആദ്യമായിട്ട് റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏപ്രിൽ 1853 ആൻഡ് സാന്താൾ റിബല്യൻ 1855-56 പീരീഡിലാണ് ഉണ്ടാവുന്നത്. ആൻഡ് ഫൈനലി അനക്സേഷൻ ഓഫ് അവധ് ബൈ ലോർഡ് ഡൽഹൌസി ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ഒക്കെ വഴി ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നടത്തുന്നത് ഫെബ്രുവരി 1856. അപ്പോൾ ഓരോ ഇയറിൽ ഓരോ ഇൻസിഡൻസിന്റെ ഇയർ വൈസ് ഓർത്ത് വെക്കുക. അറ്റ്ലീസ്റ്റ് അത് നടന്ന ഓർഡറിലെങ്കിലും ഓരോന്നും ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മാച്ച് ദ ലിസ്റ്റ് ആണ്. ഇവിടെ കോയിനുകളും അതിന്റെ എന്താണ് പെർഷ്യൻ ടേമുകളാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ കറക്റ്റ് ആൻസറിലേക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക. റുപ്പിയ, ദാം, അഷ്റഫി, അധേല. നമുക്കറിയാം റുപ്പിയ എന്ന് പറയുന്നത് ഇവിടെ ഓപ്ഷൻസ് ഇല്ല. സിൽവർ കോയിനുകളെയാണ് റുപ്പിയ എന്ന ടേം കൊണ്ട് എപ്പോഴും ഉപയോഗിച്ചിരുന്നത്. അപ്പം A2 ആയിട്ട് വരുന്ന ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ മാത്രമേ ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ഇവിടെ വരും. ആൻഡ് ഇവിടെ അഷ്റഫി എന്ന് പറയുന്നത് ഗോൾഡ് കോയിനുകളാണെന്ന് ഉപയോഗിച്ചിരുന്നതെന്ന് നമുക്കറിയാം. അപ്പം സി എടുക്കുകയാണെങ്കിൽ എന്താണ്? അഷ്റഫി 1, അപ്പം C1, അപ്പം C1 വരുന്നതും എന്താണ് A2 വരുന്നതും ഓപ്ഷൻസും അതുപോലെ 2 തന്നെയുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ വീണ്ടും കൺഫ്യൂസ്ഡ് ആവും. ഇനി ധാം എന്ന് പറയുന്ന ടേം ഉപയോഗിച്ചത് ഇവിടെ കോപ്പർ കോയിനുകൾ കോപ്പർ കോയിനുകളെ ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ കോപ്പർ കോയിനുകൾക്ക് ഉപയോഗിച്ച ടേമാണ് ഡാം എന്ന് പറയുന്നത്. അപ്പം അത് B ആണ്. അപ്പൊ B4 ആണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ ആണ്. നോക്കുക, എന്താണ്? റുപ്പിയ എന്ന് പറയുന്നത് സിൽവർ കോയിൻ ആണ്. ധാം എന്ന് പറയുന്നത് കോപ്പർ കോയിനെയാണ്. ഇനി അധേൽ എന്ന് പറയുന്നത് ഹാഫ് ധാം, അതായത് ഹാഫ് കോപ്പർ കോയിനെയാണ്. അധേൽ എന്ന് പറയുന്നത് അഷ്റിഫ് എന്ന് പറയുന്നത് ഗോൾഡ് കോയിനെയാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് എ കോംപ്ലക്സ് ഹണ്ടിങ് സൊസൈറ്റി? താഴെ തന്നിട്ടുള്ളതിലെ കോംപ്ലക്സ് ഹണ്ടിങ് സൊസൈറ്റി ഏതാണ്? മെസോലിത്തിക്, പാലിയോലിത്തിക്, നിയോലിത്തിക് ആൻഡ് ചൽക്കോലിത്തിക്. നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ ആൻസർ ചെയ്യാനായിട്ട് പാലിയോലിത്തിക് ആൻസർ ചെയ്യാനായിട്ടാണ് എല്ലാവർക്കും ടെൻഡൻസി വരുന്നത്. പക്ഷെ ഇതിന്റെ ആൻസർ നിയോലിത്തിക് ആണ്. അതായത് നിയോലിത്തിക് പീരീഡ് അല്ലെങ്കിൽ നിയോലിത്തിക് സൊസൈറ്റിയിലാണ് ഇത്തരത്തില് കോംപ്ലക്സ് ഹണ്ടിങ് ഗാദറിംഗ് സൊസൈറ്റി ഉണ്ടാവുന്നത്. നമ്മൾ പാലോലിത്തിക് ഏജ് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു സിമ്പിൾ ഹണ്ടിങ് ഗാദറിംഗ് സൊസൈറ്റി ആണ്. കാരണം ബേസിക്കലി അവർക്ക് ഒന്നേന്ന് പറയാൻ ഹണ്ടിങ് ഗാദറിംഗ് ഉള്ളൂ. അവർക്ക് വേറെ ഒരു തരത്തിലുള്ള എന്താണ് സബ്സിസ്റ്റൻസ് രീതികളൊന്നും തന്നെ അവർക്ക് അറിയില്ലായിരുന്നു.
അല്ലെങ്കിൽ അവർ പ്രാക്ടീസ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് പാലോലിത്തിക് ഏജിലെ ഹണ്ടിങ് ഗാദറിങ് സിമ്പിൾ ആയിരുന്നു. പക്ഷെ നിയോലിത്തിക് മെസോലിത്തിക്കിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കാണാം അത് കുറച്ചുകൂടി കോംപ്ലക്സ് ആവുന്നുണ്ട്. കാരണം ഹണ്ടിങ് ഗാദറിങ് പ്രാക്ടീസ് ചെയ്തിരുന്നു. പ്രത്യേകിച്ചും ഗാദറിങ് ഉണ്ടാവില്ല, ഹണ്ടിങ് പിന്നെയും പ്രാക്ടീസ് ചെയ്തിരുന്നു. അപ്പൊ നിയോലിത്തിക് സ്റ്റേജിലൊക്കെ വരുമ്പോൾ ഹണ്ടിങ് എന്ന് പറയുന്നത് എന്താണ് അത് ഒരേ സമയം മെജോറിറ്റി സൊസൈറ്റി എന്ന് പറയുന്നത് അവിടെ നിൽക്കുന്നത് അഗ്രികൾച്ചർ സെറ്റിൽഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അതില് ഹണ്ടിങ് മാത്രമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി അവർക്ക് സർവൈവ് ചെയ്യാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഹണ്ടിങ്ങും ചെയ്യുന്നു, പക്ഷെ അവര് അഗ്രികൾച്ചർ ചെയ്യുന്നില്ല, എന്നാൽ അവർ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് എന്ന് വരുന്ന കൈൻഡ് ഓഫ് കമ്മ്യൂണിറ്റികളാണ് നിയോലിത്തിക് സൊസൈറ്റിയിലെ കോംപ്ലക്സ് ഹണ്ടിങ് സൊസൈറ്റി ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആ സമയത്ത് ആ ഹണ്ടിങ് മാത്രമായിട്ട് ഫോളോ ചെയ്തിരുന്ന ഇവരുടെ സൊസൈറ്റി എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിരുന്നു. കാരണം അവര് കൈൻഡ് ഓഫ് സെറ്റിൽഡ് ആണ്, പെറ്റ് ലൈഫ് സ്റ്റൈൽ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പാലിയോലിത്തിക് പീരീഡിൽ എടുക്കുകയാണെങ്കിൽ കുറച്ച് ആളുകളുടെ ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടാവുന്നത്. പക്ഷെ നിയോലിത്തിക്കിലൊക്കെ വരുമ്പോൾ സെറ്റിൽമെന്റും വരുന്നു, ഒരു ഗ്രൂപ്പിൽ വരുന്ന ആളുകളുടെ ഒക്കെ എണ്ണം കൂടുന്നുണ്ട്. അപ്പോൾ നിയോലിത്തിക് ഫീച്ചർ സൊസൈറ്റിയുടെ ഫീച്ചർ ഇവർക്കിടയിൽ കാണുകയും ചെയ്യാം. പക്ഷേ ഈ കോംപ്ലക്സ് ഹണ്ടിങ് സൊസൈറ്റീസ് പ്രാക്ടീസ് ചെയ്യുന്നത് ഹണ്ടിങ് ആയിരിക്കും ബേസിക്കലി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ റോങ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കാനാണ്. അപ്പൊ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. പപ്പട്രി ഈസ് ഐഡന്റിഫൈഡ് ആസ് കത്പുത്ലി ആൻഡ് puppets are made out of wood and glass, and the court puppeteers claim that their puppets had life. The art of puppetry originated in Rajasthan, and in marionette tradition, the puppets are manipulated by string and wood. ഇവിടെ 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 3 അതിൽ ഏതൊക്കെയാണ്? BC ആണോ, AB ആണോ, ADC ആണോ, BD ആണോ എന്ന് തിരഞ്ഞെടുക്കണം. അപ്പം ഇവിടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ തെറ്റായിട്ടുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇവിടെ തെറ്റ് എന്ന് പറയാൻ നമുക്ക് ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഈ സി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് തെറ്റാണെന്ന് മനസ്സിലാവും. ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ദ കോർട്ട് പപ്പറ്റീസ് ക്ലെയിം ദാറ്റ് ദെയർ പപ്പറ്റ്സ് ഹാഡ് ലൈഫ്. അത് നമുക്ക് തെറ്റായിട്ട് എടുക്കാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത അതൊഴികെ ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. ആൻഡ് പക്ഷെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ ഇവിടെ ശരിയാണ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉത്തരമായിട്ട് പറയുന്നത് BDE ഓപ്ഷൻ ആണ്. ആൻഡ് പക്ഷേ ഇവിടെ നമ്മൾ ബാക്കി ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ശരിയായിട്ടുണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ സി ഒഴികെ ബാക്കി എല്ലാ ഓപ്ഷനുകളും ശരിയാണ്. അപ്പോൾ സി മാത്രമേ ഇവിടെ തെറ്റുള്ളൂ. പക്ഷെ സി മാത്രമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാനും പറ്റില്ല. അപ്പോൾ ബാക്കി സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുന്നത് എന്താണ്? ദ പപ്പട്രി ഈസ് ഐഡന്റിഫൈഡ് ആസ് കാത്പുത്ലി, അതായത് പപ്പട്രി സ്ട്രിങ് പപ്പറ്റ് തിയേറ്ററിനെ തന്നെ മൊത്തത്തിൽ പറയുന്നത് കാത്പുത്ലി എന്നാണ്. ആൻഡ് ഇത് രാജസ്ഥാനിലാണ് ഈ ഒരു പപ്പട്രി പ്രധാനമായിട്ടും അതിന്റെ തുടക്കം എന്ന് പറയുന്നത്. ആൻഡ് പപ്പറ്റ്സ് ആർ മെയ്ഡ് ഔട്ട് ഓഫ് വുഡ് ആൻഡ് ഗ്ലാസ്. വുഡും ഗ്ലാസും സ്ട്രിങ്സും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പപ്പറ്റ്സിനെ ഈ പാവകളി ഈ പപ്പട്രിക്ക് വേണ്ടിയിട്ടുള്ള പപ്പറ്റ്സിനെ ഉണ്ടാക്കുന്നത്. ഇനി ഇത് ഒറിജിനേറ്റ് ചെയ്തത് രാജസ്ഥാനിലാണ്. ആൻഡ് മാരിനേറ്റ് ട്രഡീഷൻ, ദ പപ്പറ്റ്സ് ആർ മാനിപ്പുലേറ്റഡ് ബൈ സ്ട്രിങ്സ് ആൻഡ് വുഡ്സ്. മാരിനേറ്റ് ട്രഡീഷൻ എന്താണ്? ഇത്തരത്തിലെ പപ്പറ്റുകളെ സ്ട്രിങ്ങുകളൊക്കെ വെച്ചിട്ട് കൺട്രോൾ ചെയ്ത് അത് അവതരിപ്പിക്കുന്ന രീതി തന്നെയാണ്, അല്ലെങ്കിൽ അതിനെയാണ് ആ ഒരു ട്രഡീഷനെയാണ് മാരിനേറ്റ് ട്രഡീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സ്ട്രിങ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ പപ്പറ്റ്സുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടാണ് നമ്മൾ പപ്പറ്റ്രി അവതരിപ്പിക്കുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ശരിയാണ്. ഇവിടെ തെറ്റെന്ന് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു സി, അതായത് കോർട്ട് പപ്പറ്റീസ് ക്ലെയിം ദാറ്റ് ദെയർ പപ്പറ്റ്സ് ഹാഡ് ലൈഫ് എന്നാണ്. പക്ഷെ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് BD ആണ്. അപ്പൊ ഇതൊരു കൺഫ്യൂസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In Rigveda, cattle were considered to be symbol of wealth and a wealthy person was called. എന്താണ് ചോദ്യം? ഋഗ്വേദിക് പീരീഡില് വെൽത്തി പേഴ്സൺ അറിയപ്പെട്ടിരുന്നത് ഏത് ടേം ഉപയോഗിച്ചിട്ടാണെന്നാണ്. അപ്പോൾ ആ സമയത്ത് വെൽത്ത് അല്ലെങ്കിൽ വെൽത്തി പേഴ്സണെ നിശ്ചയിച്ചിരുന്നത് ഒരു വ്യക്തി എത്ര എണ്ണം കാറ്റിലിനെ കൈവശം വെക്കുന്നുണ്ട് എന്ന അർത്ഥത്തിലാണ്. അതായത് കാറ്റിലായിരുന്നു ആ സമയത്ത് ചീഫ് മെഷർ ഓഫ് വെൽത്ത് എന്ന് പറയുന്നത്. ആ
സമയത്ത് ഉപയോഗിച്ചിരുന്ന ടേമുകളിലൊക്കെ തന്നെ പ്രിഫിക്സ് ആയിട്ട് ഗോ വരും. ഗോ എന്ന് പറയുന്നത് എന്താണ്? കാറ്റിൽ ആണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻസ് നോക്കുക. നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് ഉത്തരം ചൂസ് ചെയ്യാം. ഗോബ, ഗോമത്, ദുഹിത്ര ആൻഡ് ഗോവാല. ഇനി നമുക്ക് ആൻസർ നോക്കാം. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്, ഗോമത്. അതായത് ഗോമത് ആണ് വെൽത്തി മാൻ എന്ന് പറയുന്ന അർത്ഥത്തിൽ വരുന്ന ടേം. ഹു ഓൺഡ് മെനി കാറ്റിൽ, അതാണ് ഗോമത്. ആൻഡ് ഗോവ എന്ന് പറയുന്നത് ലോഡ് ഓഫ് കാറ്റിൽ ആണ്, അതായത് കിങ് എന്ന് വരുന്ന അർത്ഥത്തിലൊക്കെ ഉപയോഗിച്ചിരുന്ന ടേം ആണ്. ആൻഡ് ദുഹിത്ര, ഡോട്ടറിന് പകരമായിട്ട് ഉപയോഗിച്ചിരുന്ന ടേം ആണ്. അതിന്റെ അർത്ഥം വരുന്ന എന്താണ്? വൺ ഹു മിൽക്സ് ദ കൗ. ആൻഡ് ഗോവാല ബഫലോക്ക് ഉപയോഗിച്ചിരുന്ന ടേം ആണ്. എന്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് ക്രൊണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കുറച്ച് ഇൻസിഡൻസ് തന്നിട്ടുണ്ട്, ഞാൻ വായിക്കാം അത്. ദ പോർച്ചുഗീസ് ഗേവ് ദ ഐലൻഡ് ഓഫ് ബോംബെ ടു കിങ് ചാൾസ് ആസ് ഡൗറി. The war in India began between the Portuguese and British. The Portuguese lost all their possession in India except Goa, Diu and Daman. Thomas Roe reached the Mughal court. English gave up all claims of India. ഇതില് നമ്മൾ ഏത് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ആദ്യം വരിക? എന്നാണ് ബ്രിട്ടീഷുകാർ ഇവിടെ ആദ്യം വരുന്നു, അപ്പൊ അവർക്ക് ഇവിടെ ഒരു ഒപ്പോണന്റിനെ ഫേസ് ചെയ്യേണ്ടി വരുന്നു. അപ്പൊ തീർച്ചയായും അവിടെ പോർച്ചുഗീസുകാരുണ്ട്. അപ്പൊ പോർച്ചുഗീസുകാരെ നേരിട്ടതിന് ശേഷമല്ലേ അവർക്ക് ബാക്കി എന്തിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഓപ്ഷൻ ബി കൺസിഡർ ചെയ്യാലോ. ദ വാർ ഇൻ ഇന്ത്യ ബിഗൻ ബിറ്റ്വീൻ ദ പോർച്ചുഗീസ് ആൻഡ് ബ്രിട്ടീഷ്. പോർച്ചുഗീസും ബ്രിട്ടീഷുകാരുമായിട്ടാണ് ആദ്യം യുദ്ധം തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ആദ്യം വരുന്ന സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ 1, 2, 3 എലിമിനേറ്റ് ചെയ്യാം. 4ലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഓപ്ഷനിലേക്ക് പോവാം. പിന്നെ എന്താണ്, യുദ്ധത്തിന് ശേഷം എന്ത് സംഭവിക്കും? പോർച്ചുഗീസുകാരായിട്ട് എന്താണ് അവര് വാറിൽ ഏർപ്പെടുമ്പോൾ പിന്നീട് പോർച്ചുഗീസുകാർക്ക് അവരുടെ പൊസിഷൻ ഒക്കെ നഷ്ടപ്പെടും അല്ലെ. അപ്പോൾ നമുക്ക് എന്താണ് അടുത്ത ടേം എടുത്തു, ഓപ്ഷൻ സി എടുക്കാം. പോർച്ചുഗീസ് ലോസ് ഓൾ ദെയർ പൊസിഷൻ ഇൻ ഇന്ത്യ എക്സെപ്റ്റ് ഗോവ, ദിയു ആൻഡ് ഡാമൻ. അപ്പൊ നമ്മൾ ഈ ബി ഓപ്ഷനിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻ സി ആയിട്ട് എടുക്കുകയാണെങ്കിൽ എന്താണ്, അതും കറക്റ്റ് ആണ് വരുന്നത്. അപ്പൊ നമ്മളുടെ തെരഞ്ഞെടുക്കുന്ന ഓപ്ഷൻ കുറച്ചുകൂടി നമുക്ക് സ്ട്രോങ് ആക്കാനായിട്ട് അത് എളുപ്പമായി. പിന്നെ നോക്കുക, പിന്നെ അവർ എന്ത് ചെയ്യും? പിന്നെ അവര് മുഗൾ കോർട്ടിനെ സമീപിക്കും അല്ലെ. ഇനി എന്താണ്, നേറ്റീവ് റൂളേഴ്സിനെ പീസ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ അപ്പീസ് ചെയ്യാന്നുള്ള രീതിയാണ്. അപ്പൊ എന്താണ്, മുഗൾ കോർട്ടിലേക്ക് പോകുന്നു. അപ്പൊ തോമസ് റോ മുഗൾ കോർട്ടിലേക്ക് പോകുന്നു. അതിന്റെ ഇയർ നമുക്ക് അറിയാൻ സാധ്യതയുണ്ടാവും. 1615 തോമസ് റോ മുഗൾ കോർട്ടിലേക്ക് വരുന്നത്. അപ്പൊ ഓപ്ഷൻ ഡി എടുക്കാലോ. പിന്നെ നമുക്ക് ബാക്കി നോക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ഒരു കറക്റ്റ് നമുക്ക് ഓർഡറിൽ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ അത് തന്നെയാണോ എന്ന് നോക്കാം. അതെ, ഓപ്ഷൻ 4 ബി, സി, ഡി, എ ആൻഡ് ഇ ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. എന്താണ്? ദ വാർ ഇൻ ഇന്ത്യ ബിഗൻ ബിറ്റ്വീൻ പോർച്ചുഗീസ് ആൻഡ് ബ്രിട്ടീഷ്. ആൻഡ് അതിന്റെ ഇയർ എന്ന് പറയുന്നത് 1612 ആൻഡ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു നമ്മൾ എടുത്തത്? പോർച്ചുഗീസ് ലോസ് ഓൾ ദെയർ പൊസിഷൻ ഇൻ ഇന്ത്യ എക്സെപ്റ്റ് ഗോവ, ദിയു ആൻഡ് ദാമൻ. ആൻഡ് അടുത്തത് വരുന്നത് എന്താണ്? തോമസ് റോ റീച്ച്ഡ് ദ മുഗൾ കോർട്ട് 1615 എത്തുന്നുണ്ട്. അത് ജഹാംഗീറിന്റെ കോർട്ടിലായിരുന്നു. അതിനു മുമ്പ് ശ്രദ്ധിക്കുക, നമ്മൾ എന്താണ് പോർച്ചുഗീസും ബ്രിട്ടീഷും തമ്മിൽ വാർ നടന്നുല്ലേ. ആൻഡ് അത് എവിടെ വെച്ചിട്ടാണ്? സൂററ്റിലെ ഒരു സിറ്റിയിൽ വെച്ചിട്ട് ഒരു ബാറ്റിൽ നടന്നു. അതിനെ നമ്മൾ സുവഹിലി അല്ലെങ്കിൽ സ്വാലി ബാറ്റിൽ എന്ന് പറയും. 1612 നടക്കുന്ന ബാറ്റിൽ. ആ ബാറ്റിലിന് ശേഷം എന്താണ്, അവിടുത്തെ, അതായത് സൂററ്റ് സിറ്റി കേന്ദ്രീകരിച്ച് ഗുജറാത്ത് ഏരിയ ഭരിച്ചിരുന്ന അവിടുത്തെ അവിടുത്തെ സുബേദാർ ഇതിൽ ഭയങ്കര ഇംപ്രസ്ഡ് ആവും. എന്താണ്, ബ്രിട്ടീഷുകാർ കൊള്ളാലോ, എന്താണ് പോർച്ചുഗീസിനെക്കാട്ടിലും കുറച്ചുകൂടി അവര് ഗംഭീരമാണല്ലോ എന്നൊരു തോന്നൽ അവിടുത്തെ സുബേദാറിന് വരുന്നു. ഇത് സുബേദാർ നേരെ പോയിട്ട് ആരെ അറിയിക്കും? മുഗൾ എംപറിനെ അറിയിക്കും. അപ്പൊ മുഗൾ എംപറിനും സ്വാഭാവികമായിട്ട് തോന്നുകയാണ് ആ ബ്രിട്ടീഷുകാരെ ഒന്ന് ഫേവർ ചെയ്ത് നോക്കാം. അവര് എന്താണ്, ഇനി നമുക്ക് പോർച്ചുഗീസുകാരനെ ഫേവർ ചെയ്യുന്ന നിർത്താം, ബ്രിട്ടീഷുകാർ കൊള്ളാമെന്ന് തോന്നുന്നു, അവരെ ഇനി ഫേവർ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് എന്താണ് മുഗൾ എംപറും കൂടി ഇംപ്രസ്ഡ് ആവുകയാണ്. അതിനുശേഷമാണ് എന്താണ് മുഗൾ എംപർ ജഹാംഗീറിന്റെ കോർട്ടിലേക്ക് തോമസ് റോ എത്തുന്നത്. ഒബ്വിയസ്ലി ജഹാംഗീർ എന്താണ് അവരുടെ ഉദ്ദേശത്തെ എന്താണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ എന്താണ് ഇവർക്ക് ജഹാംഗീർ ഈ തോമസ് റോയ്ക്ക് എന്ത് കൊടുക്കുകയാണ്? ഫെർമൻ മീൻസ് പെർമിഷൻ കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇന്ത്യയിൽ ട്രേഡ് ആരംഭിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫസ്റ്റ് ട്രേഡിംഗ് ഔട്ട് പോസ്റ്റ് അവര് സൂററ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവാണ്. അപ്പം അതിനുള്ള ഒരു സൂററ്റിൽ ട്രേഡ് നടത്താനുള്ള ഒരു ഫെർമൻ അങ്ങനെ തോമസ് റോ 1615 ജഹാംഗീറിൽ നിന്നും കിട്ടുവാണ്. ആൻഡ് പിന്നീട് വരുന്ന ഇൻസിഡന്റ് എന്ന് പറയുന്നതാണ് എന്ത്? പോർച്ചുഗീസ് ഗേവ് ദ ഐലൻഡ് ഓഫ് ബോംബെ ടു കിങ് ചാൾസ് ആസ് ഡവറി.
അതായത് ഒരു മാരേജ് അലയൻസിന്റെ ഭാഗമായിട്ട് 1661 ഇവിടുത്തെ ചാൾസ് കിങ് ഒരു പോർച്ചുഗീസ് പ്രിൻസസിനെ വിവാഹം കഴിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചാൾസിന് ഡൗറി കിട്ടുന്നുണ്ട്. എന്താണ് ഡൗറി കിട്ടുന്നത്? ബോംബെ ഡൗറി ആയിട്ട് കിട്ടുന്നുണ്ട്. ആ സമയത്ത് എന്താണ് ഈ ബോംബെ ഇവര് ഈ കിങ് ചാൾസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അത് ലീസിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഇൻസിഡന്റ് 1661 ഉണ്ടാവുന്നത്. ആൻഡ് പിന്നീട് ലാസ്റ്റ് വരുന്ന ഇൻസിഡന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇംഗ്ലീഷ് ഗേവ് അപ്പ് ഓൾ ക്ലെയിംസ് ഓഫ് ഇന്തോനേഷ്യ. കാരണം എന്താണ്? അതായത് അവസാനം ബ്രിട്ടീഷുകാർക്ക് മനസ്സിലാവാണ് ഇനി വേറെ എവിടെയും പോവണ്ട, ഇന്ത്യയിൽ തന്നെ സ്റ്റേബിൾ ആവുന്നതാണ് നല്ലത്. അപ്പൊ എന്താണ്, അവർ ഒരേ സമയം ഇന്തോനേഷ്യയിലും അവരുടെ പവറെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് വേണ്ടെന്ന് വെക്കുകയാണ്. കാരണം ഓൾറെഡി അവിടെ ഡച്ച് ഉണ്ട്. ഡച്ച് അവിടുത്തെ വളരെ ഇൻഫ്ലുവൻസിങ് പവർ ആണ്. അപ്പോൾ എന്താണ്, ഇനി ഇന്തോനേഷ്യ വേണ്ട, ഇന്ത്യയിൽ തന്നെ ഫോക്കസ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ മാത്രമായിട്ട്, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ മാത്രമായിട്ട് അവരുടെ ആ ഒരു ഫോക്കസ് കൊണ്ടുവരികയാണ്. അപ്പൊ ഇതാണ് ആ ഇൻസിഡൻസിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതും ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുകയാണ്. ആൻഡ് ഇവിടെ എന്താണ് മെഡീവൽ പീരീഡിലെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ബാബർ മെമ്മോയേഴ്സ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പേർഷ്യ ആസ് ബാബർനാമ. അബുൽ ഫസൽ വർക്ക്സ് ഓൺ ദ അക്ബർനാമ. Lahori composes the first of two drafts of the Badshahnama. Gulbadan Begum begins to write Humayun-nama and Jahangir writes his memoir Jahangir-nama. അപ്പോ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് അല്ല ഏത് ഇൻസിഡന്റ് ആണ് ആദ്യം വരുന്നതെന്ന് നമുക്ക് നോക്കണം. ആൻഡ് ഇത് നമ്മളൊന്നുകൂടി നോക്കുകയാണെങ്കിൽ എന്താണ്, കൃത്യമായിട്ട് അറ്റ്ലീസ്റ്റ് റൂളേഴ്സിന്റെ എന്താണ് റെയിനിങ് പീരീഡ് അല്ലെങ്കിൽ കറക്റ്റ് ഓർഡറിലെങ്കിലും അറിയാമെങ്കിൽ നമുക്ക് ഇത് കറക്റ്റ് ആൻസർ ചെയ്ത് പോവാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇവിടെ നമുക്കറിയാം ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ് എന്നിങ്ങനെ ഓർഡറിലാണ് പോകുന്നത്. ആൻഡ് അവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ബാബറിന്റെ മെമ്മോയർ ആയിരിക്കില്ല ആദ്യം എഴുതാൻ ചാൻസ് ഉണ്ടാവുക. പക്ഷേ എന്താണ്, അത് ബാബറിന്റെ മെമ്മോയർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു ഇൻടു എന്താണ് പേർഷ്യനിലേക്കാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതൊരു ട്രാൻസ്ലേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പം അത് ആദ്യം എടുക്കാൻ പറ്റുമോ എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ വരികയാണ്. ആൻഡ് പിന്നെ ഇവിടെ അടുത്തത് രണ്ടാമതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ഗുൽബദൻ ബീഗം ബിഗിൻസ് ടു റൈറ്റ് ഹുമയൂൺ നാമ. അപ്പൊ ഹുമയൂണിനെ പറ്റിയുള്ള വർക്കാണ്. അത് അക്ബറിന്റെ മകളും ഹുമയൂണിന്റെ സഹോദരിയുമായിട്ടുള്ള ഗുൽബദൻ ബീഗമാണ് എഴുതുന്നത്. അപ്പം അത് രണ്ടും തമ്മിൽ ഈ എയും ഡിയും തമ്മിൽ കുറച്ച് ക്ലാഷ് വരാം. ഇതിലേതാണ് ആദ്യം എന്ന്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്നുള്ള സ്റ്റേറ്റ്മെന്റുകൾ നോക്കാം. അപ്പൊ അബുൽ ഫസൽ വർക്ക്സ് ഓൺ അക്ബർ നാമ എന്ന് പറയുമ്പോൾ എന്താണ്, അക്ബറിന്റെ വർക്കാണ്. അപ്പോൾ ഈ അക്ബർ ആൻഡ് ഇവിടെ ബാദ്ഷാ നാമയുണ്ട്, ജഹാംഗീർ നാമയുണ്ട്. എന്തായാലും അക്ബർ നാമയ്ക്ക് ശേഷമാണ് എന്ത് വരുന്നത്, ജഹാംഗീർ നാമയും ബാദ്ഷാ നാമയും. ഇപ്പൊ ഒരു ഓർഡറിൽ നോക്കുകയാണെങ്കിൽ അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ. അപ്പോൾ അക്ബറിന് ശേഷം എന്തായാലും ജഹാംഗീർ നാമ വരും. അപ്പൊ നമ്മൾ BE എടുക്കുന്ന. അപ്പൊ ബാദ്ഷാ നാമ എന്ന് പറയുന്നത് ജഹാംഗീറിനെ പറ്റിയിട്ടുള്ള വർക്കാണ്. അപ്പം C ആ ഒരു ഓർഡറിൽ വരും. അതായത് BEC എന്ന ഓർഡറിൽ വരുള്ളൂ. അതായത് B കഴിഞ്ഞിട്ട് എന്തായാലും എന്ത് വരുന്നുള്ളൂ, ഇയും സിയും വരുന്നുള്ളൂ. അപ്പൊ B കഴിഞ്ഞിട്ട് ഇയും സിയും വരുന്നത് എന്താണ്, 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, പിന്നെന്താണ് Bക്ക് മുന്നേ E വരുന്നുണ്ട്. അപ്പൊ അത് എടുക്കാൻ പറ്റില്ല. ഇതില് Bക്ക് മുന്നേ E വരുന്നുണ്ട്. അപ്പോൾ 3, 4 നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ BEC എന്ന് പറയുന്ന ഈ ഒരു എന്താണ് ഓർഡറും കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. കാരണം എന്താണ്, അക്ബർ നാമ, പിന്നെ വരുന്നത് എന്താണ് E എന്താണ് ജഹാംഗീർ നാമ, ബാദ്ഷാ നാമ. പിന്നെ വരുന്നത് ഏത് വർക്കായിരിക്കും എന്നാണ് നമുക്ക് കൺഫ്യൂഷൻ. എന്തായാലും പേർഷ്യൻ ട്രാൻസ്ലേഷൻ ആയതുകൊണ്ട് എന്താണ്, അതിനു മുമ്പേ തന്നെ ഹുമയൂൺ നാമയുടെ വർക്ക് ഗുൽബദൻ ബീഗം തുടങ്ങിക്കാണണം. അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യം ഗുൽബദൻ ബീഗം ഹുമയൂൺ നാമ കൊടുക്കാം, പിന്നീട് ബാബറിന്റെ മെമ്മോയേഴ്സ് വരാം. ഓക്കെ, ആൻഡ് അപ്പോൾ നമ്മൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 1 ആണ്. എന്താണ്, അത് തന്നെയാണ് ആൻസർ, DABEC. ഓക്കെ, അതായത് ഗുൽബദൻ ബീഗം ബിഗിൻസ് ടു റൈറ്റ് ഹുമയൂൺ നാമ ആൻഡ് ബാബർ മെമ്മോയർ ട്രാൻസ്ലേറ്റഡ് ടു പേർഷ്യ ആസ് ബാബർ നാമ. അബുൽ ഫസൽ വർക്ക് ഓൺ അക്ബർ നാമ. Jahangir writes his memoir Jahangir Nama, and finally Lahori composes the first 2 drafts of the Badshah Nama.